ബത്തലത്തല ഗ്രാമത്തിൽ ഏപ്രിൽ 1 ഒരു വാർത്ത പരന്നു. അതിരാവിലെ ഒരു മരണവാർത്ത അറിഞ്ഞ ഞങ്ങളെല്ലാവരും കാറ്റഗിസ്റ്റിന്റെ ഭവനത്തിൽ ബന്ധുവും രോഗിയുമായി കിടന്നിരുന്ന ഒതേത്താണ് മരിച്ചതെന്ന് കരുതിപ്പോയി. പക്ഷെ മരണപ്പെട്ടത് കാറ്റഗിസ്റ്റിന്റെ 73 വയസ്സുള്ള ഭാര്യ കാതറിൻ ആയിരുന്നു. അൻറാനഫൂച്ചി ഗ്രാമത്തിൽ നിന്നും ബത്തലത്താലയിലേക്ക് മാറി താമസിച്ചവരാണ് ഈ കുടുംബം. മാർച്ച് 30 അൻറാനഫൂച്ചി ഗ്രാമത്തിൽ കുർബാനയ്ക്ക് പോയി വന്നതിന് ശേഷം രോഗിയായിരിക്കുന്ന ബന്ധുവിന് വൈകിട്ട് രോഗിലേപനം നൽകുവാൻ അവർ എന്നെ കാതറിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അന്ന് അവരുമായി സംസാരിച്ചാണ് ഞങ്ങൾ തിരികെ പോകുന്നത്. മുൻ വർഷങ്ങളിൽ കുർബാനയ്ക്കായി അൻറാനഫൂച്ചിയിലേക്ക് നടക്കുമ്പോൾ കാതറിൻ ചേട്ടത്തിയും കൂടെ വരുമായിരുന്നു. പിറ്റേ ദിവസം തിങ്കളാഴ്ച രാത്രി പതിവ് പോലെ ഉറങ്ങാൻ കിടന്ന കാതറിൻ ചേച്ചി 1-ാം തീയതി രാവിലെ തന്നെ ശ്വാസമുട്ടലായി എഴുന്നേറ്റു. നല്ല ഉഷ്ണമുള്ള രാത്രിയായിരുന്നു അത്. നേരം വെളുക്കുന്നതിന് മുൻപ് തന്നെ അവർ നിത്യമായ ഉറക്കത്തിലേക്ക് വീണ്ടും മടങ്ങി. അമ്മാമ്മയുടെ കൂടെ കിടന്നിരുന്ന പേരമോൾ ഫാനി വന്ന് എന്നോട് പതിയെ പറഞ്ഞു, അമ്മാമ്മ മരിച്ചുപോയി. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പലതും നടക്കുന്നു. പ്രതീക്ഷിച്ചിരുന്ന പലതും ഫലപ്രാപ്തിയിൽ എത്തുന്നുമില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം. 38 വർഷമായി തളർവാദം പിടിപെട്ട ഒരു ഹതഭാഗ്യൻ ബെത്സദ കുളത്തിലെ ജലത്തിൽ മുങ്ങി സുഖം പ്രാപിക്കുവാൻ കാത്തിരിക്കുന്നു. അവന്റെ ഏക പ്രതീക്ഷ കുളത്തിലെ ജലമായിരുന്നതുകൊണ്ട് കുളത്തിന്റെ നാഥൻ അരികിൽ വന്നത് അവൻ കണ്ടതേയില്ല. ഈശോയാണ് മുൻകൈയെടുത്ത് അവനെ സൗഖ്യപ്പെടുത്തിയത്. എന്നിട്ടും അതാരാണെന്ന് അറിയാൻ അവന് കഴിഞ്ഞില്ല എന്ന് സുവിശേഷം പറയുന്നു. നാം പ്രതീക്ഷിച്ച വഴിയിൽ ആശ്വാസം കണ്ടെത്തുവാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ ദൈവം വേറെ വഴികൾ കാണിച്ചു തരുന്നു. പുതിയ വഴിയെയും അത് കാണിച്ചു തരുന്ന നാഥനെയും നാം അറിയാതെ പോകുന്നത് നാം തിരഞ്ഞെടുത്ത വഴിയിൽ കൂടി മാത്രം ആശ്വാസം വരുന്നത് നോക്കി നെടുവീർപ്പിട്ടിരിക്കുന്നത് കൊണ്ടാണ്. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കപ്പെടുമെന്ന് നമ്മുടെ കാരണവന്മാർ പറയാറില്ലേ? നാം എല്ലാവരും ഈ ലോകത്തിലെ അതിഥികളാണ്. എപ്പോൾ എങ്ങനെ നമുക്ക് പുറത്തു കടക്കേണ്ടി വരും എന്ന് നമുക്കറിയില്ല. അതറിയാത്തത് തന്നെ നമുക്കൊരു ആശ്വാസമാണ്. ഈ നോമ്പുകാലത്തിൽ ഈശോയുടെ കുരിശിന്റെ വഴിയിൽ കൂടി നടക്കുമ്പോൾ തമ്പുരാൻ കാണിച്ചു തരുന്ന ആശ്വാസത്തിന്റെ പുതിയ വഴികളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. മരണത്തെ അതിജീവിച്ച ഈശോ നമ്മെയും അനുസരരാകുവാൻ ക്ഷണിച്ചു കാത്തിരിക്കുന്നു. ഭയത്തെ അതിജീവിച്ച് മരണത്തിലേക്ക് അടുക്കുക എന്ന് വെച്ചാൽ ഈശോയിലേക്ക് അടുക്കുക എന്നർത്ഥം. പൗലോസ് ശ്ലീഹായെ പോലെ നമുക്ക് വിളിച്ചു പറയുവാൻ കഴിയട്ടെ, ജീവിച്ചിരുന്നാലും മരിച്ചാലും എനിക്ക് നേട്ടം. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.